കേരളത്തിൽ നിന്നുള്ള ചരക്ക് വാഹനങ്ങൾ തമിഴ്നാട്ടിലെ ചെക്ക് പോസ്റ്റുകളിൽ തടയുന്നു. തമിഴ്നാട്ടിലെ പുളിയറ ചെക്ക് പോസ്റ്റിലും തെങ്കാശിയിലുമാണ് പരിശോധന നടത്തുന്നത്. മെഡിക്കൽ മാലിന്യങ്ങളുമായി വരുന്ന വാഹനങ്ങളെ പിടികൂടുന്നതിന്റെ ഭാഗമായാണ് പരിശോധന. കൊല്ലത്ത് നിന്ന് ഷമീർ അബ്ദുൾ ഉണ്ട്. ഷമീർ, എവിടെയൊക്കെയാണ് ഈ പരിശോധന നടക്കുന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയാണ്? എന്താണ് ഇത്തരത്തിലൊരു നടപടിക്ക് പിന്നിൽ? അതിന് ഇക്കഴിഞ്ഞ ദിവസം തിരുനെൽവേലിയിൽ ഈ മെഡിക്കൽ മാലിന്യങ്ങളുമായി വന്ന ഒരു വാഹനം ജനവാസ മേഖലയിൽ ഈ മാലിന്യം തള്ളിയതുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ കോലാഹലങ്ങളാണ് തിരുനെൽവേലിയിൽ നടക്കുന്നതെന്നാണ് അവിടെ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട് ആരോഗ്യവകുപ്പാണ് ഇത്തരത്തിൽ കേരളത്തിൽ നിന്നും കൂടുതലായി മെഡിക്കൽ മാലിന്യങ്ങൾ പുളിയറ തെങ്കാശി വഴി കടന്നു വരുന്നു എന്നൊരു വിവരം അവർക്ക് ലഭിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ പുലർച്ചയോടുകൂടി തെങ്കാശി SP-യുടെ നേതൃത്വത്തിൽ, ശ്രീനിവാസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പരിശോധന ഇന്ന് രാവിലെയും തുടരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. മണിക്കൂറുകളോളം ഈ വാഹനങ്ങളെല്ലാം തന്നെ പിടിച്ചിട്ട ശേഷമാണ് ഇത്തരത്തിൽ ഈ പരിശോധന നടത്തുന്നത്. മത്സ്യങ്ങൾ കയറ്റി വരുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുന്നു. അതായത് കേരളത്തിൽ നിന്നുള്ള ഈ മെഡിക്കൽ മാലിന്യങ്ങൾ തള്ളാനുള്ള ഒരു സ്ഥലമല്ല തമിഴ്നാട്. അത്തരത്തിൽ മാലിന്യങ്ങൾ തള്ളുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് തമിഴ്നാട്ടിലെ BJP അധ്യക്ഷൻ അണ്ണാമല തന്നെ അല്പസമയം മുമ്പ് പ്രസ്താവന നടത്തുകയും ചെയ്തു. അല്ലെങ്കിൽ അദ്ദേഹം ഈ മാലിന്യങ്ങളെടുത്ത് തിരിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവരുമെന്ന് അവിടുത്തെ സർക്കാരിനോട്, DMK സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് തമിഴ്നാട് ഇത്തരത്തിലൊരു കർശന പരിശോധന നടത്തുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം പുലർച്ചയോടുകൂടി ഒരു പരിശോധന പുളിയറ ചെക്ക് പോസ്റ്റ്, അതായത് കൊല്ലം ജില്ലയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു ചെക്ക് പോസ്റ്റാണ് പുളിയറ ചെക്ക് പോസ്റ്റ്. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ചെക്ക് പോസ്റ്റാണ്. പുളിയറ ചെക്ക് പോസ്റ്റിൽ നിന്നും ആരംഭിക്കുന്ന പരിശോധന ഏതാണ്ട് തെങ്കാശി വരെ ഈ പരിശോധന നീളുന്നു. വിവിധ ഇടങ്ങളിലായി പോലീസ് വാഹനങ്ങൾ തടയുന്നു, വ്യാപകമായി പരിശോധന നടത്തുന്നു. അതായത് ജനവാസ മേഖലയിലേക്ക് എത്തി ഈ മാലിന്യം തള്ളിയതായി ബന്ധപ്പെട്ടൊരു വിവാദം വലിയൊരു രാഷ്ട്രീയ വിവാദമായി തമിഴ്നാട്ടിൽ ഉയർന്നു വരുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ കേരളത്തിലെത്തുന്ന വാഹനങ്ങൾ കൂട്ടമായി പരിശോധിക്കുന്നത്. എന്തായാലും ഈ പരിശോധനയ്ക്കെതിരെ ലോറി ഉടമകളും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ മേഖലയിൽ നിന്നുള്ള ആളുകൾ ഇത് സ്വാഭാവികമായും തമിഴ്നാട്ടിലേക്ക് കയറ്റിയേക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട തമിഴ്നാട്ടിലേക്കുള്ള വാഹനങ്ങളാണ്, കേരളത്തിൽ നിന്ന് വാഹനങ്ങളാണ് അതിർത്തിയിൽ പരിശോധന നടത്തി തടയുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഷമീർ അബ്ദുൾ.